Hello guys, welcome back to our channel. This is me with my new episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ മൂന്ന് പ്രിൻസസുകൾ വിവി, റബേക്ക, ഷിറഗോഷി അവർ മൂന്ന് പേരും അവരെ സേവ് ചെയ്ത അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ലൂഫിയെ കുറിച്ചായിരിക്കും ഇപ്പൊ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുക. മൂന്ന് പേരും വാ തോരാതെ ലൂഫിയുടെ സ്റ്റൈലിനെ കുറിച്ചും ഫൈറ്റിങ്ങിനെ കുറിച്ചും അവന്റെ മനസ്സിനെ കുറിച്ചും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യാണ്. ചുറ്റും നമ്മുടെ സിറഗോഷിയുടെ ബ്രദേഴ്സും അസിസ്റ്റൻസും അങ്ങനെ എല്ലാവരും ആ സ്റ്റോറിയൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഏറ്റവും ഇഷ്ടം ലൂഫിയുടെ ആഹാര രീതികളെ കുറിച്ച് സംസാരിക്കാനാണ്. കാരണം ലൂഫിക്ക് എത്ര കഴിക്കാൻ കിട്ടിയാലും അത് മതിയാവില്ല. അവൻ ആർത്തിയോടുകൂടെ വീണ്ടും വീണ്ടും ഭക്ഷണത്തിനായി ചോദിച്ചുകൊണ്ടേയിരിക്കും. കിട്ടുന്നതെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് അവൻ അകത്താക്കും. അവരാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. ആക്ച്വലി ലൂഫി ഇല്ലായിരുന്നെങ്കിൽ ആ മൂന്ന് രാജ്യങ്ങളും ഇന്ന് രക്ഷപ്പെടുമായിരുന്നില്ല. അവർ ആ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഹായായിട്ട് നിൽക്കും. ഉടനെ സായി ആണെങ്കിൽ ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരും. അവനാണ് അപ്പോസ് ആർമിയിലെ 13ാമത്തെ ലീഡർ. അവനാണെങ്കിൽ റബേക്കയെ കണ്ട് ഭയങ്കര സന്തോഷം. അവർ കൈയൊക്കെ കൊടുത്ത് അങ്ങനെ ഹായായിട്ട് സംസാരിക്കുകയാണ്. അതിനുശേഷം അവനും ലിയോയും അങ്ങനെ എല്ലാവരും വീണ്ടും ലൂഫി മാറ്റർ എന്ന് സംസാരിക്കും. ഉടനെ ആ വാപ്പോൾ വില്ലൻ അവനിപ്പോ അവരുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. ഇവനാണ് ചോപ്പർ ഉണ്ടായിരുന്ന ആ ഡ്രം കിൻഡത്തില് കിങ്ങായിരുന്നവനാണ് ഇവൻ. ഇവനാണ് ആ ഡോക്ടേഴ്സിനെ മുഴുവൻ കിഡ്നാപ്പ് ചെയ്ത് ജനങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാതെ അവന്റെ അണ്ടറിൽ തന്നെ അങ്ങനെ പിടിച്ചു വെച്ചത്. ഇവനാണെങ്കിൽ ആ ഈവിൾ ഡ്രം കിൻഡത്തിന്റെ കിങ്ങാണിപ്പോ. വിവിക്കാണെങ്കിൽ അവനെ ഒട്ടും ഇഷ്ടാവില്ല. വാക്പോൾ ആണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, ആ ലൂഫിയെ ഞാൻ അടിച്ച് തെറിപ്പിച്ച് കഴിഞ്ഞു, ഇനി അവനെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാവൂല. വിവിക്കാണെങ്കിൽ അത് കേട്ട് ദേഷ്യം കൂടും. കാരണം ലൂഫി ഇപ്പൊ ഏത് പൊസിഷനിൽ എവിടെ നിൽക്കുന്നുവെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ മണ്ടന് മാത്രം അതൊന്നും അറിയില്ല. ചെറഗോഷിയാണെങ്കിൽ വിവിയോട് ചോദിക്കും, ഇവനും ലൂഫിയുടെ ഫ്രണ്ടാണോ? അതിനവള് പറയും, ഇവൻ ലൂഫിയുടെ ഫ്രണ്ടൊന്നും അല്ല, ഇവൻ ലൂഫിയുടെ ഒരു എനിമിയാണ്. ഒരു കാരണവശാലും ഇവനോട് സംസാരിക്കാനോ അവനെ പരിചയപ്പെടാനോ നിൽക്കരുത്. അത് കേട്ട് അവനും അവന്റെ ഒരു അസിസ്റ്റന്റ് പെണ്ണ്, ഒരു കണ്ണാടിക്കാരി, അവളും അവർ രണ്ടുപേരും ഇപ്പൊ വിവിയുടെ പപ്പയെ കളിയാക്കി സംസാരിക്കുകയാണ്. ഉടനെ ഡാൾട്ടൺ ആണെങ്കിൽ അവിടേക്ക് കടന്നു വരികയാണ്. ഇപ്പോഴത്തെ ഡ്രം കിങ്ഡത്തിന്റെ കിങ് ആണ് ഇദ്ദേഹം. ആളുടെ കൂടെ തന്നെ ആ ലേഡി ഡോക്ടറും ഉണ്ട്. അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ അവനെ കളിയാക്കും. വിവിക്കാണെങ്കിൽ അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അവൾക്ക് നന്നായിട്ട് അറിയാം ആ ലേഡി ഡോക്ടർ അവളാണ് നമ്മുടെ നാമിക്ക് തീരെ വയ്യാതിരുന്നപ്പോ അവൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവളെ നോർമലാക്കി മാറ്റിയതെന്ന്. ചെറുഘോഷിക്കും റബേക്കയ്ക്കും ഭയങ്കര അത്ഭുതം. ലൂഫി എവിടെയൊക്കെ കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. അവർ പരിചയപ്പെടുന്ന എല്ലാവർക്കും തന്നെ ലൂഫിയെ കുറിച്ച് നന്നായിട്ട് അറിയാം. ലൂഫി അവർക്കെല്ലാം ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉടനെ വിവി ആണെങ്കിൽ പഴയ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ആലോചിക്കുകയാണ്. അവള് ലൂഫിയ ടീമിന്റെ കൂടെ ട്രാവൽ ചെയ്തതും നാമിക്ക് സുഖമില്ലാതായതും അതിനുശേഷം ചോപ്പറിന്റെ ഐലാൻഡിലേക്ക് വന്നതും പിന്നീട് ഡാൾട്ടൺ നമ്മുടെ ആൾക്കാർ പൈറട്ടാണെന്ന് മനസ്സിലാക്കി അവനെ അറ്റാക്ക് ചെയ്തതും ലൂഫി അവൻ അവരെ തിരികെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വിവി അവനെ പിടിച്ചു വെച്ചതും അവനോട് കെഞ്ചി റിക്വസ്റ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യാതെ ആ ലേഡി ഡോക്ടറിന്റെ അടുത്തേക്ക് നാമി എത്തിച്ചു. അവിടെ നിന്നാണ് ആ വാക്പോൾ അവൻ യഥാർത്ഥത്തിൽ ആരാണെന്നും എത്രമാത്രം അവൻ അയലാൻഡിനെ ദ്രോഹിക്കുന്നുണ്ടെന്നും അവരറിഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നമ്മുടെ ലൂഫിയാൻ ടീം അവരാണെങ്കിൽ ആ ഐലാൻഡിലുള്ളവരെ രക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. ലൂഫി ആണെങ്കിൽ വാക്പോളുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്ത് അവനെ അടിച്ച് അടുത്ത ഐലാൻഡിലേക്ക് തന്നെ തെറിപ്പിച്ചു വിട്ടു. അതിനുശേഷം ആ ഡ്രം ഐലാൻഡിന്റെ പേര് മാറ്റി സാക്കുറ ഐലാൻഡ് എന്നാക്കി മാറ്റി. ഈ സ്റ്റോറി എല്ലാം കേട്ട് അവിടെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പക്ഷെ വാക്പോളിനാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. വാക്പോൾ ആണെങ്കിൽ ഡാൾട്ടനെ കളിയാക്കും. നീ എൻ്റെ വെറും ഒരു സോൾജിയർ മാത്രമായിരുന്നു, നിന്നെ കൊണ്ട് യാതൊരു യൂസും ഇല്ലാന്ന് പറഞ്ഞ് അവനെ ഇൻസൾട്ട് ചെയ്യാണ്. അത് കേട്ട ഡാൾട്ടൺ അവന്റെ പവർ പുറത്തെടുത്ത് ഞാനിപ്പോ ഒരു കിങ് ആണെന്ന് പറയും. അത് കണ്ട് വാക്പോൾ ആണെങ്കിൽ ഒന്ന് ഞെട്ടും. എന്നിട്ട് വീണ്ടും പഴയ ആറ്റിറ്റ്യൂഡ് അത് തിരിച്ചെടുത്ത്, നിനക്ക് എന്നെ കുറിച്ച് ശരിക്കറിയില്ല. ആ മഞ്ച് ഫ്രൂട്ടിന്റെ പവർ അതെന്നെ പോലെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടൂ. നിനക്കൊരിക്കലും ഒരു കിങ് ആവാനുള്ള യാതൊരു യോഗ്യതയില്ല. കിങ് ആവുമ്പോഴുള്ള സ്ട്രെസ്സും ബുദ്ധിമുട്ടും അതൊന്നും നിന്നെ കൊണ്ട് ഫേസ് ചെയ്യാനായിട്ട് കഴിയില്ല. വാക്പോൾ പറയുന്നൊക്കെ കേട്ട് ഡാൾട്ടൺ ചിരിക്കുകയാണ്. നീ ഇതറിഞ്ഞില്ലേ? ഇപ്പോ ഞങ്ങളുടെ സാക്കുറ ഐലാൻഡിന്റെ കിങ് അത് ഞാനാണ്. ഞാനൊരു ഫുൾ ടൈം കിങ് തന്നെയാണ്. കിങ്ങിന്റെ പ്രഷറും ബുദ്ധിമുട്ടും ഒക്കെ നിന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ആ ഒരു പൊസിഷൻ അത് ഹാൻഡിൽ ചെയ്യാനും എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ പിന്നീട് അവനെ മൈൻഡ് ചെയ്യില്ല.
അതിനുശേഷം ഡാൾട്ടനും ഷിറഗോഷിയും വിവിയും റബേക്കയും അവരാണെങ്കിൽ മറ്റുള്ളവർ കേൾക്കാത്ത വിധത്തിൽ ലൂഫിയെക്കുറിച്ച് സംസാരിക്കും. കാരണം ആരെങ്കിലും ലൂഫിയെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നത് കേട്ടാൽ അത് വലിയ കുഴപ്പമാണ്. വാക്പോൾ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഡോക്ടർ ആന്റിയെ അവരെ കളിയാക്കുകയാണ്. അതിനവളാണെങ്കിൽ അവനെ കാലെ വാരി നിലത്തടിക്കും. എന്റെ വയസ്സ് അത് വെറും 141. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ 143 എന്ന് എന്നോട് പറയും. അത് മാത്രമല്ല ലൂഫി, അവൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ്. എന്റെ ചോപ്പർ, അവൻ ലൂഫിയോടൊപ്പമാണ് ഇപ്പൊ കഴിയുന്നതെന്ന് പറഞ്ഞ് ചോപ്പറിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ചോപ്പർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കും. അതിനുശേഷം ലൂഫി ആണെങ്കിൽ ചോപ്പറിനെ നമ്മുടെ ആൾക്കാരുടെ കപ്പലിലേക്ക് ഡോക്ടറായിട്ട് ക്ഷണിക്കും. പക്ഷെ ചോപ്പറിനാണെങ്കിൽ ആദ്യം അത് സ്വീകരിക്കാനായിട്ട് കഴിയില്ല. പക്ഷെ ലൂഫി അവനാണെങ്കിൽ പ്രതീക്ഷ കൈവിടാതെ ചോപ്പറിന്റെ പിന്നാലെ പോയി അവനെ നിർബന്ധിച്ച് ഒരു വിധത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കും. ചോപ്പർ ആണെങ്കിൽ ലേഡി ഡോക്ടറിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവന്റെ മാസ്റ്റർ ഡോക്ടർ ഹിർലൂക്കിന്റെ ആഗ്രഹം അത് അവനിലൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും അവിടുന്ന് പോവുക. അത് കാണുമ്പോൾ നമ്മുടെ ലേഡി ഡോക്ടർക്കും ഒരുപാട് സന്തോഷവും സങ്കടവും അഭിമാനവും ഒക്കെ തോന്നും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ 1000 സണ്ണി കപ്പൽ കാണിക്കും. ആ കപ്പലിലാണെങ്കിൽ ക്യാരറ്റിന്റെ നിലവിളിയാണ്. നിലവിളി കേട്ട ചോപ്പർ അവനാണെങ്കിൽ അവന്റെ മെഡിക്കൽ കിറ്റുമായിട്ട് കിച്ചണിലേക്ക് ഓടിയെത്തും. എന്തുപറ്റി, എന്താ ഉണ്ടായേ? ക്യാരറ്റ് ആണെങ്കിൽ അവളുടെ മുറിഞ്ഞ കൈ അത് ഉയർത്തി കാണിക്കുകയാണ്. അവള് സാഞ്ചിയെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്ത് അവളുടെ കൈ അത് മുറിഞ്ഞിരിക്കുകയാണ്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ട്രീറ്റ്മെന്റ് തരാമെന്ന് പറഞ്ഞ് അവൻ മരുന്നൊക്കെ വെച്ചു കൊടുക്കും. ചോപ്പറിനെ സംബന്ധിച്ചിടത്തോളം അവനാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ. എല്ലാ രോഗത്തിനും അവന്റെ കയ്യിൽ മരുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ മെഡിസിൻ കൊടുക്കും. മറ്റൊരു ഭാഗത്ത് ലൂഫി ആണെങ്കിൽ ഹായ് ആയിട്ട് മുകളിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ സായി അവൻ ലിയോയോട് പറയും, കനോ കിൻഡത്തിലെ എൻ്റെ അവസാന വർഷമാണിത്. ഈ ഒരു വർഷം കൂടെ ഞാൻ സർവീസ് കൊടുത്ത് ജോബ് റിസൈൻ ചെയ്ത് ലൂഫിയുടെ അടുത്തേക്ക് പോവും. ഇനിയുള്ള എൻ്റെ സർവീസ് അത് ലൂഫിക്ക് വേണ്ടിയിട്ടാണ്. ആക്ച്വലി പ്രധാനപ്പെട്ട ഈ 7 പേര്, അവരുടെ അണ്ടറിലുള്ള 5000 സംതിങ് ആൾക്കാർ, അങ്ങനെ എല്ലാവരും ലൂഫിയുടെ അണ്ടറിൽ ജോലി ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിന്നതാണ്. പക്ഷെ ലൂഫിയാണ് അതിന് സമ്മതിക്കാതെ നമ്മളെല്ലാവരും എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും, നല്ല ഫ്രണ്ട്സ് ആയിരിക്കും എന്നൊക്കെ അവരോട് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഓൾറെഡി പച്ചത്തലയനും ചുന്ദരം പൈരട്ടും അങ്ങനെ എല്ലാവരും അവരവരുടെ ജോലി റിസൈൻ ചെയ്തിരിക്കുകയാണ്. ലൂഫിക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരുടെ സഹായം വേണമെന്ന് അവർക്കറിയാം. കാരണം ഇനി ലൂഫി ഫേസ് ചെയ്യാൻ പോകുന്നത് വലിയ വലിയ പ്രശ്നങ്ങളാണ്. അത് നേരിടാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് പേരെ അവന് വേണം. ഈ കാര്യങ്ങളെല്ലാം കേട്ട നമ്മുടെ ലിയോ അവനാണെങ്കിൽ ഇപ്പോ അവന്റെ മനസ്സിലും ഇപ്പൊ ലൂഫിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹം തോന്നുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് കടലിനടിയിലുള്ള ആ ഇമ്പിൾ ടൗൺ കാണിക്കും. അവിടെ ലെവൽ 6ലാണ് സാക്ഷാൽ ഡോഫ്ലമിംഗോയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉടനെ മകലിനാണെങ്കിൽ ഇപ്പൊ ഡോഫ്ലമിംഗോയെ കാണാൻ അവന്റെ സെല്ലിന്റെ അടുത്തേക്ക് വരും. ഡോഫ്ലമിംഗോ അവനോട് ചോദിക്കും, എന്തുപറ്റി, നിന്റെ ടെൻഷൻ അത് കൂടുന്നുണ്ടോ? മറി ജോയ്സിനെ കുറിച്ചുള്ള ആ രഹസ്യം അത് പുറത്തു പോകുമെന്ന് നിനക്ക് ഈയിടെയായി കുറേശ്ശെ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടല്ലേ? അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ മറി ജോയ്സില് ആൻജിയോ കാസ്റ്റിലില് ഏതോ ഒരുത്തൻ ഇപ്പൊ ലൂഫിയുടെ ബെറി ബൗണ്ടിയുള്ള ആ ഒരു പോസ്റ്റൊക്കെ എടുത്ത് എവിടേക്കോ നടന്നു പോവാണ്. അവനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് ഒരു ഡോർ ഓപ്പൺ ചെയ്യും. അപ്പൊ അവന്റെ തൊട്ട് മുൻപിലായി ലൂഫിയുടെ തലയിലുള്ളതുപോലെ ഒരു ജയന്റ് തൊപ്പി അത് ആ റൂമിൽ അവൻ കാണുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.